ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഓറഞ്ച് കളറിലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഗാൻസ റിബണാണ് എടുത്തിരിക്കുന്നത്, ഒരു ഗോൾഡൻ കളർ വരുന്നതാട്ടോ. പിന്നെ നമ്മളിവിടെ ഗോൾഡൻ കളറിലെ 0.5 mm ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റിബൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഹീറ്റാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു സൂചിയും നൂലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റ് അവസാന ഭാഗത്തിന് അല്പം ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം വേണം തയ്ച്ചെടുക്കാനേ. അപ്പോൾ ഇതുപോലെ തയ്ച്ച് പോയാൽ മാത്രം മതി. എന്നിട്ട് നമുക്കൊരു ബീഡ്സ് എടുത്തിടുന്നു. എന്നിട്ട് അല്പം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ റിബൻ്റെ ഉള്ളിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. ഒരു ഞൊറി ഇട്ട് പോകുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇത് മാക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ രണ്ട് ഞൊറികളുടെ ഇടയിൽ ബീഡ്സ് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു മേക്കിങ് നമുക്ക് കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ അല്പം ഗ്യാപ്പിട്ട് നമുക്ക് ബീഡ്സിനെ തുന്നിയെടുക്കാം. ഇത്ര മാത്രമേ ഇതിലുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു ബോ ആട്ടോ. കുറേ നാൾക്ക് മുന്നേ ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിലുണ്ടായിരുന്നതാണ്. ഇപ്പം നമ്മുടെ ഓണത്തിന് ഈ ഒരു ഐറ്റം വീണ്ടും നമുക്ക് നന്നായിട്ട് മേക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയിലിരിക്കും. ഈ ഒരു കളർ കൂടി ആയതുകൊണ്ട് നല്ല ചേർച്ചയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോയുടെ അതേ അളവിനാണ് നമ്മളിവിടെ ഇത് തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് ബീഡ്സ് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതാ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബോയിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷനിൽ ബീഡ്സ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻഡ് പോർഷൻ നമുക്ക് കെട്ടിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് എൻഡിൽ ബീഡ്സ് ഇടണ്ട. എന്നിട്ട് ആ ഒരു ഭാഗത്തിന് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം തൊട്ട് മുന്നേ ഉള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കയറ്റി നമുക്കിതുപോലെ കെട്ടിട്ടെടുക്കാം. എന്നിട്ട് ബാലൻസ് ത്രെഡൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോയിൽ വെക്കാനുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ബോയിൽ ഇതിനെ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോയുടെ എൻഡിൽ നിന്നും ഏകദേശം ഒരു 4 വിരലിൻ്റെ കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷൻ മുതൽ നമ്മളിവിടെ ഡബിൾ സൈഡ് ടാപ്പിനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെ ഇതുപോലെ ലാസ്റ്റിലുള്ള ആ പോർഷന് ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ബീഡ്സ് എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ബോയിൽ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇതിനെ വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ബീഡ്സ് എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ബോയിൽ തന്നെ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എങ്കിലേ അത് കാണാൻ നല്ല ഭംഗിയിൽ കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, വളരെ എളുപ്പം നമുക്കിത് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റാത്ത കേട്ടോ. അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇന്നലെ നമ്മൾ കുഞ്ഞാവയുടെ തലയിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. വളരെ എളുപ്പം നമുക്ക് ഈ ഓണത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. ബൈ.